ഹായ് ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. നിങ്ങളുടെ സ്വന്തം അരുണിമ മിസ് ആണ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ സ്കൂൾസിലൊക്കെ ചാപ്റ്റേഴ്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാം നിങ്ങൾ പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് വരാനുള്ള എക്സാം എന്ന് പറയുന്നത് ആനുവൽ എക്സാം ആണ്. ആനുവൽ എക്സാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? നമ്മൾ ആദ്യം മുതൽ പഠിച്ചത് തൊട്ട് അവസാനം വരെയുള്ളത് എന്ത് ചെയ്യും, നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പൊ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് നമ്മൾ പുതുതായിട്ട് ഓരോ ചാപ്റ്റേഴ്സ് പഠിക്കുന്നതിനോടൊപ്പം തന്നെ പഴയ കാര്യങ്ങളും ഒന്ന് എന്ത് ചെയ്യണം, റിവൈസ് ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ ലെറ്റ്സ് സ്റ്റാൻഡ് സ്ട്രെയിറ്റ്, നിവർന്നു നിൽക്കാം എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ടാണ് മിസ് ഇന്ന് വന്നിരിക്കുന്നത്. ഒരു കുട്ടി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ടാവും, ഓൾറെഡി ഈ ചാപ്റ്റർ പഠിച്ചതാണ്. പക്ഷെ എന്ത് ചെയ്തിട്ടുണ്ടാവും, കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മറന്നു പോയിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ ചെറുതായിട്ട് അതൊക്കെ ഒന്ന് ഓർമ്മിപ്പിക്കാനാണ് മിസ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പൊ ചെറിയ ടോപ്പിക്കാണ്, സ്കെൽട്ടൺ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. എന്താ ഈ സ്കെൽട്ടൺ അഥവാ അസ്ഥികൂടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്കെൽട്ടൺ ഇസ് ദ ഫ്രെയിംവർക്ക് ഓഫ് ബോൺസ് ദാറ്റ് പ്രൊവൈഡ് സപ്പോർട്ട് ആൻഡ് ഷേപ്പ് ടു ദ ബോഡി ആൻഡ് പ്രൊട്ടക്ട് certain ഇന്റേണൽ ഓർഗൻ. ചില ഇന്റേണൽ ഓർഗൻസിനെ സംരക്ഷിച്ചു നിർത്താനും ബോഡിക്ക് കൃത്യമായിട്ടുള്ള ആകൃതി നൽകാനും ഒക്കെയാണ് നമുക്ക് സ്കെൽട്ടൺ ഉള്ളത്. എല്ലാവരും നിങ്ങൾ നോക്കുന്ന സമയത്ത് എല്ലാ ജീവികൾക്കും എന്തില്ല, സ്കെൽട്ടൺ ഇല്ല. എന്നാൽ നമ്മൾ കാണുന്ന ഒരുവിധപ്പെട്ട ജീവികൾക്കൊക്കെ എന്തുണ്ട്, സ്കെൽട്ടൺ ഉണ്ട്. അപ്പൊ കാണുന്ന സ്കെൽട്ടൺസിനനുസരിച്ച് നമുക്ക് ഇവയെ രണ്ട് രീതിയിൽ തരംതിരിക്കാം. എങ്ങനെയാണ് നമുക്ക് ഇവരെ തരംതിരിക്കാൻ വേണ്ടി പറ്റുന്നത് നോക്കിക്കേ. ശരീരത്തിന് ഉറപ്പും ആകൃതിയും ചില അവയവങ്ങൾക്ക് അല്ലെ, ആന്തരിക അവയവങ്ങൾക്ക് സംരക്ഷണം നൽകുന്ന അസ്ഥികളുടെ ചട്ടക്കൂടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അസ്ഥികൂടം എന്ന് പറയുന്നത്. ഇപ്പൊ ബ്രെയിൻ വളരെ പ്രധാനപ്പെട്ട ഒരു ഇന്റേണൽ ഓർഗൻ ആണ്. ഈ ബ്രെയിൻ എന്തെങ്കിലും ഒരു ഡാമേജ് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താണ്, നമ്മളുടെ ജീവിതത്തിന് അത് വലിയ പ്രശ്നമായിട്ട് മാറും. അപ്പൊ ബ്രെയിനെ സംരക്ഷിച്ചു നിർത്താനാണ് നമുക്ക് തലയോട്ടി ഉള്ളത്. അപ്പോൾ ഇതുപോലെ തന്നെ ഹൃദയത്തെ സംരക്ഷിച്ചു നിർത്താനും ഒക്കെയുള്ള പ്രവർത്തനം ആര് ചെയ്യുന്നുണ്ട്, ഈ സ്കെൽട്ടൺ ചെയ്യുന്നുണ്ട്. അപ്പൊ സ്കെൽട്ടൺസിനെ നമുക്ക് രണ്ട് രീതിയിലാണ് തരംതിരിക്കാൻ വേണ്ടി പറ്റുന്നത്, എക്സോസ്കെൽട്ടൺ എന്നും എൻഡോസ്കെൽട്ടൺ എന്നും അല്ലെ. എക്സോസ്കെൽട്ടൺ എന്നും എൻഡോസ്കെൽട്ടണും എന്നുമാണ് നമ്മൾ അവയെ തരംതിരിക്കാറ്. എൻഡോസ്കെൽട്ടൺ എന്ന് പറഞ്ഞാൽ എന്താ, ഇസ് എൻ ഇന്റേണൽ സപ്പോർട്ടിംഗ് സ്ട്രക്ചർ ഫൗണ്ട് ഇൻ മെനി ആനിമൽസ് ഇൻക്ലൂഡിംഗ് ഹ്യൂമൻസ്, ഫിഷ് ആൻഡ് ബേർഡ്സ്. ഇന്റേണലി അതായത് ആന്തരിക അസ്ഥികൂടമാണ്. അതായത് ഉള്ളിലാണ്, നമുക്ക് പുറത്തിങ്ങനെ നോക്കുമ്പോൾ ഒന്നും കാണാൻ സാധിക്കില്ല, ഉള്ളിലാണല്ലോ മനുഷ്യന്മാരുടെ അല്ലെ. അതിന് ചുറ്റും എന്തുണ്ട്, ഫ്ലഷ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഉള്ളിലാണ് അസ്ഥികൂടം ഉള്ളത്. അതുപോലെ തന്നെ ഫിഷ്, ബേർഡ്സ്, ഇതൊക്കെ എന്താണ്, എൻഡോസ്കെൽട്ടൺ ആണ്. It is made up of bones and cartilage and provides support and protection and allow for movement. Unlike an exoskeleton which is external, the endoskeleton is located inside the body. അപ്പോൾ എൻഡോസ്കെൽട്ടൺ ഇൻസൈഡ് ദ ബോഡി ആണെങ്കിൽ എക്സോസ്കെൽട്ടൺ ബാഹ്യാസ്ഥികൂടം എവിടെയായിരിക്കും ഉണ്ടാവുക, ബാഹ്യം എന്ന് പറഞ്ഞത് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇവന്മാർ എവിടെയായിരിക്കുന്നത്, ഇവര് പുറത്ത്, ശരീരത്തിന് പുറത്തായിരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുക, ഇവരെ കാണാൻ സാധിക്കുക. ക്ലിയർ ആണോ? യെസ്. അപ്പോൾ നമ്മൾ അസ്ഥികൂടങ്ങളെ കുറിച്ച് പറയുന്ന സമയത്ത് നമുക്ക് പക്ഷികളുടെ അസ്ഥികൂടം കൃത്യമായിട്ട് എന്ത് ചെയ്യേണ്ടതുണ്ട്, ഒന്ന് റിവൈസ് ചെയ്യേണ്ടതുണ്ട്. എന്താ പക്ഷികളുടെ അസ്ഥികൂടത്തിനുള്ള പ്രത്യേകത? സാധാരണയുള്ള ഇപ്പൊ ഹ്യൂമൻസ് ആയിക്കോട്ടെ, മറ്റ് ആനിമൽസ് ആയിക്കോട്ടെ, അവർ ഭൂമിയിൽ തന്നെ നിൽക്കുന്ന ആൾക്കാരാണ്. അതേസമയം പക്ഷികൾ എന്ന് പറയുമ്പോൾ അവർ പറക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം, ഒരു ഭാരം കുറച്ചും കൂടെ അധികമാവുന്ന സമയത്ത് ഭാരത്തിന്റെ ഈ ഒരു പ്രശ്നം കാരണം പറക്കുക എന്നുള്ളത് അത്ര പോസിബിൾ അല്ല. പക്ഷെ പക്ഷികൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, പറക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം എന്താ, പക്ഷികളുടെ അസ്ഥികൾ വായു അറകളുണ്ട്. പക്ഷികളുടെ അസ്ഥികളിൽ എന്താ ഉള്ളത്, വായു അറകളാണുള്ളത്. അതിനാൽ മറ്റു ജീവികളെ അപേക്ഷിച്ച് പക്ഷികളുടെ അസ്ഥികൂടത്തിന് ഭാരം കുറവാണ്. അത് പക്ഷികൾക്ക് പറക്കാനുള്ള ഒരു അനുകൂലമാണ്. അതായത് ഭയങ്കര വെയിറ്റ് ആണ്, അവർക്ക് പറക്കാൻ പറ്റില്ല. സമയം ഇവരുടെ ബോൺസ് എന്താണ്, ബോൺസിനുള്ളിൽ എന്ത് നിങ്ങൾക്ക് കാണാം, വായു അറ നിങ്ങൾക്ക് കാണാം. ആ വായു അറകൾ ഉള്ളത് കൊണ്ട് തന്നെ എന്താണ്, നമുക്കത് പറക്കാനുള്ള ഒരു അനുകൂലമായിട്ട് മാറുന്നുണ്ട്. അപ്പൊ നമ്മൾ ശരീരത്തിലെ വളരെ പ്രധാനപ്പെട്ട അസ്ഥികൾ നോക്കുമ്പോൾ അസ്ഥികൂടത്തിന്റെ ഭാഗമായിട്ടുള്ള സ്കള്ള് നിങ്ങൾക്കറിയാം അല്ലെ. എന്താണ് തലയോട്ടി എന്ന് പറയുന്നത്, നമ്മൾ ബ്രെയിനിനെ പൊതിഞ്ഞു സംരക്ഷിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ മാർഗം എന്ന് പറയുന്നത്. അപ്പൊ ബ്രെയിനിനെ നോക്കിക്കഴിഞ്ഞാൽ അല്ലെ, പണ്ടൊക്കെ ചില ആളുകൾക്ക് ഈ സ്കള്ളിന്റെ ഒരു സ്ട്രക്ചർ കാണുമ്പോഴേ ഭയങ്കര പേടിയാണ്, ഡേഞ്ചർ ആയിട്ടൊക്കെ പറയാറുണ്ട്. ബട്ട് സ്കൾ എന്ന് പറയുമ്പോൾ അല്ലെ എല്ലാ ആളുകൾക്കും ഉണ്ട്. പക്ഷെ പ്രേത സിനിമയിലൊക്കെ നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്കള്ളാണ് മിക്കവാറും കാണിക്കുക.
അപ്പൊ സ്കള്ളിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കതിൽ മൂവ് ചെയ്യാൻ പറ്റുന്ന ഭാഗം എന്ന് പറയുന്നത് ഏതാണെന്ന് അറിയാമോ നിങ്ങൾക്ക്? ലോവർ ജോ, താടിയെല്ലാം മാത്രമാണ് നമുക്കതിൽ മൂവ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരേ ഒരു ഭാഗം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഒന്ന് ക്വിക്കായിട്ട് റിവിഷൻ ചെയ്തപ്പോൾ പഠിച്ചത്. അപ്പൊ ഇതുപോലെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് എന്തുണ്ട് നമ്മുടെ ചാനലിലുണ്ട്. സോ എല്ലാവരും ചാനൽ കൃത്യമായിട്ട് വാച്ച് ചെയ്യുക. ലൈവ് ക്ലാസ്സസ് നമുക്ക് വരുന്നുണ്ട്. ലൈവ് വീഡിയോസും നിങ്ങൾ എന്ത് ചെയ്യുക, അടിപൊളിയായിട്ട് കാണുക. എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഇൻ ഗെയിം ബാച്ചിൽ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. അണ്ട് ദെൻ ബൈ, സീ യു, ടേക്ക് കെയർ.